നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സന്ദേഹത്തിന്റെ സമ്മർദ്ദത്തിൽ ബാർക്കോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമോ എന്നതിൽ തീരുമാനം ഇന്ന്. ക്വിക്ക് വെരിഫിക്കേഷൻ മതിയാകുമോ എന്നതിലും നിയമോപദേശം തേടി വിജിലൻസ്. ആരോപണം ബാർ സംഘടനാ നേതാവ് ബിജു രമേശ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ. ബാർ ലൈസൻസ് ഫീസ് ഉയർത്താതിരിക്കാൻ എക്സൈസ് മന്ത്രി വാങ്ങിയത് 10 കോടിയെന്ന് ബിജു. തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ രാജിവയ്ക്കുമെന്ന് മന്ത്രി ബാബു അടുപ്പക്കാരോട് പറഞ്ഞതായി സൂചന. അത്തരം സാഹചര്യമുണ്ടായാൽ മാണിയുടെ രാജിക്കും സമ്മർദ്ദമേറും. ബാബുവിനെതിരെ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസിന് സർക്കാർ രഹസ്യ നിർദ്ദേശം നൽകിയതായി ആക്ഷേപം. ബിജുവിന്റെ മൊഴി നിലവിലെ കേസിന്റെ തുടർച്ച മാത്രമെന്ന് ആഭ്യന്തരമന്ത്രി. നിയമവശം പരിശോധിച്ച് മാത്രം നടപടി. ഒഴിച്ചിട്ട സീറ്റ് ഒഴിഞ്ഞു തന്നെ. അഴിച്ചുപണിക്കായി CPM അണിയറ സജീവം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം നാളെ. സെക്രട്ടേറിയറ്റിൽ VS ഉണ്ടാകില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ VS പങ്കെടുക്കാനും ഇടയില്ല. VSനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നീക്കിയത് ആലപ്പുഴ സമ്മേളനത്തിലെ ഇറങ്ങിപ്പോക്കിനെ തുടർന്ന്. പുതിയ കമ്മിറ്റിയിൽ ഒഴിച്ചിട്ട സീറ്റിന്മേൽ തീരുമാനം PB കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം മാത്രം. VSനു വേണ്ടി യെച്ചൂരി ഇടപെടുമോ എന്ന് കാത്ത് ഇടതു രാഷ്ട്രീയ രംഗം. VSനോടുള്ള അടുപ്പം വ്യക്തിപരമല്ലെന്നും അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളെയും പിന്തുണയ്ക്കുന്നില്ല എന്നും യെച്ചൂരി. വിവാദങ്ങളിൽ പുതിയ പോർമുഖം തീർക്കാൻ LDF നേതൃയോഗവും നാളെ. മന്ത്രിമാർക്കെതിരായ പുതിയ ആരോപണങ്ങളും SSLC ഫലത്തിലെ പിഴവുകളും വിഷയമാക്കി പ്രക്ഷോഭത്തിനൊരുക്കം. തിരക്കുരുക്കിലെ തീരുമാനം. വിഴിഞ്ഞം പദ്ധതിയിൽ വീണ്ടും പ്രതീക്ഷകളുടെ വേലിയേറ്റം. നിർമ്മാണ കരാറിൽ ഇന്നു തീരുമാനം. ടെൻഡറുകൾ തുറക്കുന്നത് വൈകിട്ട് 5:30. കബോട്ടാഷ് നിയമത്തിൽ കേന്ദ്രം ഉറപ്പു നൽകിയ ഇളവിൽ പ്രതീക്ഷയുമായി സംസ്ഥാന സർക്കാർ. ടെൻഡറിൽ പങ്കെടുക്കുമെന്ന് കരുതപ്പെടുന്നത് അദാനി, OHL, SREI കമ്പനികൾ. കരാറുകളിൽ വിദഗ്ധ പരിശോധന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിക്ക്. കമ്മിറ്റി ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ബോർഡ് പരിഗണിക്കും. അന്തിമ തീരുമാനം മന്ത്രിസഭയിൽ. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സംബന്ധിച്ച് ദുഷ്പ്രചരണം വഴി കമ്പനികളെ പിന്തിരിപ്പിക്കാൻ അവസാന മണിക്കൂറിൽ ഗൂഢനീക്കം. നിർമ്മാണ കമ്പനിക്ക് പ്രത്യേക ഫണ്ടായി കേന്ദ്രം നൽകുന്നത് 817 കോടി. പിഴവുകളിൽ പഴിയാർക്ക്. SSLC കൂട്ടക്കുഴപ്പത്തിൽ മന്ത്രിയുടെ വാദം തള്ളി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. പിഴവ് സോഫ്റ്റ്വെയർ തകരാർ കാരണമല്ലെന്ന് ഗോപാലകൃഷ്ണ ഭട്ട്. സംഭവിച്ചത് മാർക്ക് രേഖപ്പെടുത്തിയതിലെ പിഴവെന്നും വെളിപ്പെടുത്തൽ. പുതുക്കിയ ഫലം ഇന്ന് രാത്രിയോടെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രത്യേക പ്രഖ്യാപനമുണ്ടാവില്ല. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പുനഃപ്രസിദ്ധീകരണം മാത്രം. പിഴവുകൾ തിരുത്തുന്നതിന്റെ ഭാഗമായി വെബ്സൈറ്റുകളിൽ നിന്ന് ഫലം പിൻവലിച്ചത് ഇന്നലെ. പുതുക്കിയ ഫലം തയ്യാറാക്കുന്ന തിരക്കിൽ പരീക്ഷാഭവൻ. ഫലപ്രഖ്യാപനത്തിലെ തിടുക്കത്തിന് പിന്നിൽ +1 അധിക ബാച്ചുകൾ അനുവദിക്കാനുള്ള നീക്കമെന്ന് ആക്ഷേപം. അലോട്ട്മെന്റ് എണ്ണം കുറച്ചും നിലവിലെ സീറ്റ് ചുരുക്കിയും കള്ളക്കളി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.